ഹായ്, എല്ലാ കൂട്ടുകാർക്കും കൊക്കോ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ എന്താ ചാപ്റ്ററിൻ്റെ പേരെന്ന് നോക്കാം. എവേ ഫ്രം ഡിസീസസ്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എന്താണ് ഈ എവേ ഫ്രം ഡിസീസസ് എന്ന് പറഞ്ഞാൽ? രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണല്ലേ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, രോഗങ്ങൾ വരാതെ കൂടി നോക്കണം അല്ലേ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിൽ നോക്കിയേ, ആദ്യം തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാം അല്ലേ, ഒരു ഡോക്ടറുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, കുട്ടിയുടെ അമ്മയുണ്ട്. ആ കുട്ടിയെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് പരിശോധിക്കുകയാണല്ലേ. നമ്മൾ ഇതുപോലെ കുഞ്ഞായിരുന്നപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മളും ഡോക്ടറിൻ്റെ അടുത്ത് ഇതുപോലെ പോയിട്ടുണ്ടല്ലേ, അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ. അപ്പം നമുക്ക് നോക്കാം, ഈ ഡോക്ടർ എന്തോ പറയുന്നുണ്ടല്ലോ, അത് നോക്കുക കേട്ടോ. ഇറ്റ്സ് എ വൈറൽ ഫീവർ. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ? അപ്പം എന്താണ് ഡോക്ടർ പറയുന്നത്? ഇതൊരു വൈറൽ ഫീവറാണ്. അപ്പം എന്താണ് ഈ വൈറൽ ഫീവർ എന്ന് പറയുന്നത്? വൈറസ് മൂലമുണ്ടാവുന്ന പനി അല്ലെങ്കിൽ വൈറസ് പകർത്തുന്ന പനിയാണ് വൈറൽ ഫീവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയാ, ഇതൊരു വൈറൽ ഫീവറാണ്. നിങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, അമ്മ എന്തുത്തര കൊടുക്കുന്നേ? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെയർ അഫക്റ്റഡ്. അപ്പം എന്താ അമ്മ പറയുന്നത്? അവൻ്റെ സഹോദരിക്കും എനിക്കും ഇത് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ വൈറൽ ഫീവർ എനിക്കും അവൻ്റെ സഹോദരിക്കും ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പം അടുത്ത് നോക്കാം. Did you read the conversation? What could be the reason for fever? അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഈ വൈറൽ ഫീവർ അല്ലെങ്കിൽ വൈറൽ പനി പകരാനായിട്ടുള്ള കാരണം എന്താണെന്ന്. അപ്പം അതിനുള്ള റീസൺ ആ വൈറൽ ഫീവറിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം നോക്കിയേ, വൈറസ് ആണ് നമുക്ക് ഈ ഒരു പനി പകരാനായിട്ടുള്ള കാരണം. അടുത്ത് നോക്കുക, വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസസ് ടു അതേഴ്സ്? മറ്റുള്ളവർക്ക് ഈ പനി പകരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പകരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? അപ്പം എന്തൊക്കെ ചെയ്യാം? അവരുമായിട്ടുള്ള ഈ പനിയുള്ള ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ അവരുമായിട്ട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അടുത്ത് പോയിരിക്കുക. അവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അവരുടെ അടുത്ത് പോയിരിക്കാതെ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ സയൻസ് ഡയറിയിൽ എഴുതാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ രോഗങ്ങളുടെ പേരറിയാം? അപ്പം എനിക്കറിയാവുന്ന ഒരു 3 രോഗങ്ങളുടെ പേര് പറയാം കേട്ടോ. അപ്പം COVID-19, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു ഡിസീസാണ് കോവിഡ് അല്ലേ. പിന്നെ ക്യാൻസർ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഡയബറ്റിക്സ്, പിന്നെ ഇതുപോലെ തന്നെ വൈറൽ ഫീവർ നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. പിന്നെ ഡെങ്കു ഫീവർ എക്സെട്ര. ഇനി വരുന്ന രോഗങ്ങൾ നമുക്കിനി പഠിക്കുമ്പോൾ കൂടുതൽ രോഗങ്ങളുടെ പേര് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. നോക്കി, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ കൂടുതൽ രോഗങ്ങളെ ഉൾപ്പെടുത്തി ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ടേബിളിൻ്റെ 2 ഹെഡിങ് ആയിട്ട് 2 ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പം ആദ്യം എന്താ മനസ്സിലാക്കണ്ടേ, എന്താ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ? അറിയാം അല്ലേ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരാത്ത രോഗങ്ങളാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പം നോക്കിയേ, ഈ ടേബിളിൽ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡെങ്കു ഫീവർ ആൻഡ് നെക്സ്റ്റ് എന്താ, ജോണ്ടൈസ്. അപ്പം മഞ്ഞപ്പിത്തം പിന്നെ ഡെങ്കിപ്പനിയാണ് 2 ഇവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 നമുക്കിവിടെ ആഡ് ചെയ്യാം. ഒന്ന് COVID-19 അല്ലെങ്കിൽ കൊറോണ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ബോക്സ്. ഇത് 2 കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ വരുന്നതാണ്.
ഇനി ആ ടേബിളിൻ്റെ അപ്പുറം നോക്കുകയാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഓൾറെഡി ക്യാൻസറും അതുപോലെ തന്നെ ഡയബറ്റിക്സും കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ഡയബറ്റിക്സ് നമ്മുടെ ഷുഗറാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആസ്മ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എഴുതാം, ആസ്മ എഴുതാം. പിന്നെ അടുത്ത് ഒബേസിറ്റി വേണമെങ്കിൽ എഴുതാം. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കുന്നതിനാണ് നമ്മൾ ഒബേസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രോഗങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത് നോക്കുക, കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് തന്നിരിക്കുന്നത് നോക്കാം, പാൻഡമിക്സ്. എന്താണ് പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ? പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ മഹാമാരി എന്നാണ് അർത്ഥം. അപ്പോൾ തന്നിരിക്കുന്നത് നോക്കാം, when communicable diseases spread to other country or continent and affected a large number of people, it's called pandemics. അപ്പോൾ എന്താ പറയുന്നത് അറിയാമോ? ഒരു പകർച്ചപ്പനി ഒരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിലേക്കോ വ്യാപിക്കുകയും അവിടെയുള്ള വ്യക്തികളെ ഒരു ലാർജ് നമ്പർ, ഒരു വലിയ നമ്പർ ഓഫ് ആളുകളെ പിടിപെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് പാൻഡമിക്സ് എന്ന് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് തൊട്ട് മുന്നേ വരെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാൻഡമിക് ആണ് എന്താണ്? COVID-19 അല്ലേ? COVID-19 അല്ലെങ്കിൽ കൊറോണ എന്ന് പറയാം. അതുപോലെ തന്നെ നേരത്തെ വന്നിട്ടുള്ള കുറേ പാൻഡമിക്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ പോക്സ്, പിന്നെ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷയരോഗം, പിന്നെ പ്ലേഗ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ്. അപ്പോൾ ഇത്രയും രോഗങ്ങളാണ് പാൻഡമിക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. അടുത്ത് നോക്കുക, aren't we more likely to get affected when we come into contact with someone who is sick? അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ പനിയുള്ള ഒരാളുടെ കൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്കും ആ പനി പിടിക്കപ്പെടാറില്ലേ? അതിന് കാരണം എന്തായിരിക്കും? ഈ പനിയോ ചുമയോ തുമ്മലൊക്കെ ഉള്ള ആൾക്കാരുടെ രോഗം നമുക്ക് മേടിക്കാൻ കാരണം എന്താ അറിയാമോ? പിന്നെ കൂടാതെ ഈ പനിയൊക്കെ പകർത്തുന്നത് ആരാ? നമുക്കവരെ കാണാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഈ പനി പകരുന്നതെന്നൊക്കെ അല്ലേ? അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് മുന്നോട്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഹെഡിങ് എടുത്തിട്ടുണ്ട്, പാത്തജൻസ്. എന്താണ് ഈ പാത്തജൻസ് എന്ന് പറയാൻ? രോഗങ്ങൾ വരുത്തുന്ന രോഗകാരികളെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Most communicable diseases are caused by microorganisms like bacteria, viruses and fungi that cannot be seen with the naked eyes. അപ്പോൾ ഇവർ പറയുന്നു, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ നമ്മുടെ പകർച്ച രോഗങ്ങൾ വരുത്തുന്ന മൈക്രോ ഓർഗാനിസംസ്. എന്താണ് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്? മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. അതുപോലെ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ ജീവികൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ ചെറിയ ജീവികൾ, കുഞ്ഞു ജീവികൾ എന്നാണ് അർത്ഥം. ഏത് ടൈപ്പിലുള്ള? ബാക്ടീരിയ, വൈറസ്, ഫംഗൈ പോലുള്ള ജീവികൾ. നോക്കി, ദാറ്റ് കാനോട്ട് സീ വിത്ത് നേക്കഡ് ഐസ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മ ജീവികളാണ് ഈ പാത്തജൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കുകയോ ഈ ബാക്ടീരിയ ആണ്, വൈറസ് ആണെന്നൊക്കെ അറിഞ്ഞത്? അതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്കതിനെ മൈക്രോസ്കോപ്പിലൂടെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴിയേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഒന്നുകൂടി വായിക്കാം. Most communicable diseases are caused by microorganisms like bacteria, viruses and fungi that cannot be seen with the naked eyes. They are called pathogens because they cause diseases. എന്താ, എല്ലാ മൈക്രോ ഓർഗാനിസംസും ഈ പാത്തജൻസ് ആണോ? അല്ലേ? രോഗകാരികളായിട്ടുള്ള അല്ലെങ്കിൽ രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസംസിനെ മാത്രമാണ് നമ്മൾ പാത്തജൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൂക്ഷ്മജീവികളെ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന ബാക്ടീരിയയുടെയും അതുപോലെ തന്നെ വൈറസിൻ്റെയും ചിത്രങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് ലിവിങ് വിത്ത് മൈക്രോ ഓർഗാനിസംസ് ആണ്. Not all microorganisms are pathogens. There are many beneficial bacteria in our body. They help in the digestion and absorption of our food. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തജൻസ് അല്ല എന്നാണ് പറയുന്നത്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണോ? അല്ല അല്ലേ. ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. അപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉപകാരപ്രദമായ ധാരാളം മൈക്രോ ഓർഗാനിസംസും അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ദഹിക്കാനും ആഹാരം ദഹിക്കാനും അത് നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യാനായിട്ടും ഈ ബാക്ടീരിയകൾ സഹായിക്കുമെന്നാണ് പറയുന്നത്. There are many instances where microorganisms can be useful to us. Dosha butter is fermented by certain bacteria. Bacteria and fungi break down organic matter and add it to the soil. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ ദോശമാവ് പുളിപ്പിക്കില്ലേ. നമ്മൾ ഇന്ന് മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നാളെ ആകുമ്പോൾ ആ മാവ് എന്തുകൊണ്ട് ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാവാനായിട്ട് നല്ല പുളിച്ച് പാകമായിട്ടിരിക്കുന്നത്? അവിടെ ഒരു ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ മാവ് പുളിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെയും ഫംഗയുടെയും പ്രവർത്തനം മൂലമാണ് നമ്മുടെ മണ്ണിൽ ഉള്ള ഓർഗാനിക് ആയിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവ മണ്ണിൽ ലയിച്ചു ചേരാനായിട്ട് കാരണമാകുന്നതും ഈ ബാക്ടീരിയയൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവർ പറയാണ്, ഫൈൻഡ് മോർ ഇൻസ്റ്റൻസ് വെയർ microorganisms are beneficial and write them in your science diary. അപ്പോൾ എന്താ പറയുന്നത്, ഇതുപോലെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം സന്ദർഭങ്ങൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ചേർക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം, ദ വേൾഡ് ഓഫ് ഫംഗൈ. വി ആർ ഫെമിലിയർ വിത്ത് റെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ദ ക്ലോത്ത്സ്. ദേ ആർ ഓൾ ഫംഗൈ. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം ഈ ബ്രെഡിലൊക്കെയുള്ള പൂപ്പൽ, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞ് ഈർപ്പമുള്ള വസ്ത്രങ്ങളൊക്കെ കാണുന്ന കരിമ്പിനൊക്കെ ഉണ്ടല്ലോ, ഇവയൊക്കെ ചെയ്യുന്ന ആരാന്നറിയാമോ? ഫംഗയാണ് ചെയ്യുന്നത്. ദേ ആർ ഓൾ ഫംഗൈ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിപ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗൈ ദാറ്റ് കോസ് ഡിസീസസ് ടു ഹ്യൂമൻ. അപ്പം മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചില ഫംഗസിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഒന്ന് കാൻഡിഡ, അതുപോലെ തന്നെ അടുത്തത് എന്താ ക്രിപ്റ്റോകോക്കസ്, അടുത്തത് ഹിസ്റ്റോപ്ലാസ്മ. The world of fungi includes everything from edible mushroom to those that cannot be seen with the naked eye. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന മഷ്റൂമില്ലേ, കൂണ്, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫംഗസാണ് ഈ കൂണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ വളരെ ചെറിയ ടൈപ്പ് ഓഫ് ഫംഗസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം, ഹൗ ഡിസീസസ് സ്പ്രെഡ്. എങ്ങനെയാണ് ഈ രോഗങ്ങളൊക്കെ പകരുന്നത്? ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. ഇപ്പം നോക്കിയേ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി തുമ്മുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് സ്രവങ്ങൾ അല്ലെങ്കിൽ തുപ്പലൊക്കെ വെളിയിലേക്ക് വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എന്താ, കുറേ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രൂട്ടിലൊക്കെ ഈച്ചയും അതുപോലെ പാറ്റയൊക്കെ വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് താഴെ ധാരാളം ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. നോക്കുക, വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത്, കവർ എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ തുമ്മോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മളൊരു കർച്ചീഫ് കൊണ്ട് നമ്മുടെ മുഖം കവർ ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം എന്തിനങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ, നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴോ നമ്മുടെ മൂക്കിലെയും അതുപോലെ തന്നെ വായിലെ തുപ്പലും ഒക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്.
ഇപ്പം രോഗമുള്ളൊരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അയാളുടെ ആ ഒരു രോഗത്തിന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എന്നുവെച്ചാൽ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ആ ഒരു സ്രവങ്ങളിലൂടെ വെളിയിലേക്ക് വരുന്നു. സ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുപ്പൽ, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ആ ഒരു ബാക്ടീരിയയും വൈറസൊക്കെ വെളിയിലോട്ട് വരുന്നു. അപ്പോൾ ഈ രോഗമുള്ള വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ചുമയ്ക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയൊക്കെ ഈ ഒരു രോഗം സ്പ്രെഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പകരാനായിട്ട് കാരണമാകുന്നു. അത് അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഒരു കർച്ചീഫ് കൊണ്ട് മുഖം കവർ ചെയ്യുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ മുഖം പൊത്തിപ്പിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്? എന്തിനാണ് നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ കവർ ചെയ്ത് സൂക്ഷിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഫുഡൊക്കെ തുറന്നിരിക്കുമ്പം അതിൽ പ്രാണികളോ ഈച്ചയോ അല്ലെങ്കിൽ പൊടിപടലൊക്കെ വന്നിരിക്കാനായിട്ട് കാരണമാവുകയും നമ്മൾ പിന്നീട് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരാനായിട്ടും സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ ആഹാരം കവർ ചെയ്യുന്നതിലൂടെ നമുക്ക് അവയൊക്കെ തടയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നോക്കാം. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ദ ഹ്യൂമൻ ബോഡി? അപ്പം എന്താ ഇവിടെ ചോദിക്കുന്നത്? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ടല്ലോ, അവ എങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടുന്നത്? അവ നമ്മുടെ ശരീരത്തിൽ കയറിയാലല്ലേ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരീരത്തിൽ എങ്ങനെ കടക്കുന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ നോക്കാനായിട്ടുണ്ട്. അപ്പം ഇതിൽ താഴോട്ട് പോകുമ്പോൾ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, വെക്ടേഴ്സ്. എന്താണ് വെക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് carry microorganisms into our body. Housefly, ratfly, mosquito, bats, etc. are some of the vector organisms. അപ്പം എന്താ പറയുന്നത്? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറസ്, അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഉണ്ടല്ലോ, ആ പാത്തജൻസ് അല്ലെങ്കിൽ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ചില ജീവികളുണ്ട്. ആ ജീവികളെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാറില്ലേ? അപ്പോൾ ആ മരുന്നിനെ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ആയിട്ട് കരുതാം. ആ മരുന്നാണ് വൈറസ് എന്ന് പറയുന്നത്. ആ ഇഞ്ചെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉണ്ടല്ലോ, അതാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവയൊക്കെ നമ്മുടെ എന്താ വെക്ടേഴ്സ് എന്ന് ചെയ്യുന്നത്? രോഗകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈച്ച, ചെള്ള്, കൊതുക്, വവ്വാലൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ആക്ടിവിറ്റീസും ഫ്ലോ ചാർട്ടൊക്കെ അടുത്തൊരു പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.